എസ്തെറ്റിക് ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് പതിവ് പോലെ സന്ധ്യ വിക്രം, അനിഷ കരുൺ എത്തിയിട്ടുണ്ട് ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോയിൽ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ ഒരു നാച്ചുറൽ ടിപ്പുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് ചെമ്പരത്തി പൂ വെച്ച് എന്തോ ഒരു സാധനം ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും ഇത് എന്തിനാണെന്നും ചെമ്പരത്തി പൂവിൻ്റെ യൂസസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചോദിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ ഇന്നൊരു പാക്കാണ്, ഹെയർ പാക്കാണ്, പക്ഷേ ഒരു ജെൽ പാക്ക്. അതാണ് ഇപ്പോൾ ചെമ്പരത്തി വെച്ചിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡ്രൈനെസ്സിന്, നല്ല ഡ്രൈനെസ് ഉള്ളവർക്ക് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ഉണ്ടാവും. പിന്നെ മുടി വളരാൻ നല്ലതാണ്, കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട്. ഉലുവയുണ്ട്, മുടി വളരാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് ഉലുവ. പിന്നെ ചെമ്പരത്തിപ്പൂ മുടി വളരാൻ നല്ലതാണ്, പിന്നെ നല്ല സോഫ്റ്റ്നെസ് തരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ തൈര്, പിന്നെ ബദാം ഗം. ഓക്കെ, ബദാം ഗമ്മിനെ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് ആക്കി വെച്ചേക്കുന്നതാണ് ഈ ഒരു സംഭവം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് കുതിരാനാണ് വയ്ക്കേണ്ടത്. പക്ഷേ ഇതിപ്പോ ഇങ്ങനെ കാണിക്കാനേ തരുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നമുക്ക് ചെയ്ത് തുടങ്ങാം. വെള്ളം തിളപ്പിക്കണം അല്ലേ? വെള്ളം തിളപ്പിച്ച്. ഇതൊരു താളിയാണോ? ഇത് എങ്ങനെയാണ് മുടി വളരാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊരു പാക്ക് ആണല്ലോ, ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഇട്ടേക്കുന്ന ഒരു പാക്കാണ്. അപ്പോ നമ്മൾ താളിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതെ. അപ്പൊ ഇതൊരു 20 മിനിറ്റ് ഇട്ടിട്ട് പിന്നെ ഷാമ്പു വാഷ് ചെയ്യണമെന്നാണോ, എങ്ങനെയാണ്? എന്റെ അഭിപ്രായത്തിൽ ഷാമ്പു വാഷ് ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ പുറത്തോട്ടൊക്കെ പോവാണെന്ന്, കാരണം ഇതിലൊന്നും അധികം സ്മെല്ലൊന്നും വരാത്തൊരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഷാമ്പു വാഷ് ചെയ്യണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ നമുക്ക് സൺഡേ ഒക്കെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് ഒരു പാക്കൊക്കെ ഇട്ടതിന് ശേഷം മൺഡേയിൽ ഹെയർ വാഷ് ചെയ്താൽ മതി. ഒരു മൈൽഡ് ഷാമ്പു വെച്ചങ്ങ് വാഷ് ചെയ്താൽ, കാരണം ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഇത് എങ്ങനെ, ഈ ഓയിൽ മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് ഇടാമോ, അതോ വെറും പ്ലെയിൻ ആയിട്ട് ഇടുന്നതാണ്? എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള പാക്കുകളെല്ലാം ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹെന്നയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ മസാജ് ഒക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള പാക്ക് എല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഉലുവ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഞാൻ എല്ലാ വീഡിയോസിലും പറയും, ഒരു ഹെയർ വാഷ് തലേ ദിവസമെങ്കിലും ചെയ്ത് വെച്ചേക്കണം, നല്ലൊരു ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് പാക്ക് വേണമെങ്കിലും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇത് വെള്ളം തിളപ്പിച്ചിട്ടാണ് ഇതിന്റെ ഒരു പാക്കും കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടത് അല്ലേ? വെള്ളം ഇവിടെ റെഡിയാണ്. ചെമ്പരത്തിയുടെ അളവിന് അത്യാവശ്യം നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സാധനം അല്ല. അതാണ് യൂസ് ചെയ്യേണ്ടത്. കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ എന്താണെന്ന്, ജെല്ലിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ, അതായത് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനും ജെൽ ടൈപ്പായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബദാം ഗം എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. അത്യാവശ്യം ചെമ്പരത്തി പൂവിന് എത്രയാണോ അളവ് അതിനനുസരിച്ചിട്ട് വെള്ളം അല്ലേ, അതിനനുസരിച്ചിട്ടുള്ളത്. ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തായാലും ചെയ്തു വെക്കാനല്ല, അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മതി. അടുത്തത് ഇനി ഉലുവയുടെ അളവും അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഉലുവ എത്ര കൂടിയാലും കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. നമ്മൾ ഉലുവയുടെ പാക്കൊക്കെ ഇടാറുണ്ടല്ലോ, അപ്പം എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള ചെമ്പരത്തിയൊക്കെ നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും, അതായിരുന്നാലും മതി. ബാക്കിയെല്ലാം നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം. ഈ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കണം എന്നൊന്നും ഇല്ല, ഇതിപ്പോ വാടുമ്പോഴേ അങ്ങ് താഴ്ന്നോളൂ. ആവി അടിച്ചിട്ട് അതങ്ങ് താഴും. നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചിരുന്നാലും അരച്ചു വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ അങ്ങ് വെള്ളമായിട്ടായിരിക്കും. കണ്ടോ, അതങ്ങ് വാടുമ്പോൾ വെള്ളം ഒന്ന് സെറ്റാവും. ഒരു പിങ്ക് ഷെയ്ഡായിട്ട് അല്ലേ, ഉലുവയും അതും കൂടി. അപ്പൊ ഇത് ഒരുമിച്ചാണോ അരയ്ക്കേണ്ടത്? ഇത് അരയ്ക്കണമെന്നില്ല, ഇതിങ്ങനെ അതിന്റെ എക്സ്ട്രാസ് മാത്രം അങ്ങ് എടുത്തിട്ട്, ഉലുവയുടെയും എല്ലാ എക്സ്ട്രാസ് മാത്രം എടുത്തിട്ട് നമ്മൾ ഇത് വെച്ചിട്ടാണ് അരയ്ക്കുന്നത്. ബദാം ഗം വെച്ചിട്ട് കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്താൽ മതി. കാരണം ഇത് ഇതിന്റെ കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് അരിച്ചൊഴിക്കേണ്ട അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പം നമുക്കിത് അരിച്ചൊഴിക്കാം. അതായത് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു
പിങ്ക് അല്ലല്ലേ, ഡാർക്ക് റെഡ് ഒരു ഫ്രഷ് ആയതും. അതെ, ഒരു ഗ്രേപ്പ് ജ്യൂസ് പോലെയൊക്കെ ഉണ്ട്. സോ അത് മാത്രമല്ല, ഈ ഉലുവ നന്നായിട്ട് വേകണം, എന്നാൽ മാത്രമേ ഈ ഒരു കുറുകുന്ന ഒരു രീതിയിൽ അല്ലേ നന്നായിട്ട് വെന്ത് വരണം. ഇനി ഇതിനകത്ത് ഇത് നന്നായിട്ട് ആറണം. ഓക്കെ. അതിന് ശേഷം ബദാം ജെൽ ഒഴിക്കണം അല്ലേ? അല്ല, ഇതിപ്പോൾ പറയാം, ഇത് നമ്മളിപ്പോൾ ഒരു ദിവസം ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു ഈ ബദാം ജെല്ല് ഒരു 4 മണിക്കൂറെങ്കിലും ഇല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഇട്ട് വെച്ചാലേ ഈ ഒരു പരുവത്തിൽ കിട്ടത്തുള്ളൂ. നമ്മൾ നോർമലി തലേ ദിവസം ഇട്ട് വെച്ചിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഈ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ, ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഈ ബദാം ജലം ഇട്ട് വെക്കണം. അപ്പം ഈ സംഭവത്തിനകത്ത് ഇത് ഫുൾ അതങ്ങ് പിടിച്ചിട്ട് അങ്ങനെ അംഗീകരിക്കും. ഇത് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇട്ട് വെച്ചത്. ഓക്കെ. ഇത് കുറച്ചൊന്ന് ആറിയതിന് ശേഷം മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ചങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്താണ് അടുത്തത്? തൈര് ഒഴിക്കാം. തൈര് ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. എത്ര സ്പൂൺ വേണം? 1 സ്പൂൺ വേണം. നമ്മൾ അത്ര അളവിലല്ലേ എടുത്തിട്ടുള്ളൂ. ഓക്കെ. ഇനി ഇതിലേക്ക് ബദാം ഇതിന്റെ അളവിന് അനുസരിച്ചിട്ട് നമ്മൾ നോർമലി ആണെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു 2 എണ്ണം എടുക്കും. ഇത്ര ഈ ഒരു 2 എണ്ണം എടുത്ത് ഇതിന്റെ അകത്തോട്ട് ഇട്ടങ്ങ് ഓവർനൈറ്റ് വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കുതിരാൻ വെച്ചിരിക്കുകയോ ചെയ്താൽ മതി. ഇതിപ്പോ ഇതിന്റെ അകത്താണെങ്കിൽ നമ്മൾ ഇട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക്. ഓക്കെ. ഇത് നിറഞ്ഞു വരുമ്പോഴല്ലേ മതിയോ? ഇല്ല, കുറച്ചിട്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിക്കുമ്പോൾ കട്ടിയായില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ടാൽ മതി. ശരി. അപ്പോൾ ഇത് കണ്ടോ, പെട്ടെന്ന് വലിച്ചെടുക്കും അത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം, എന്നിട്ട് നോക്കാം എങ്ങനെയാണ് അതിരിക്കുന്നത് എന്നുള്ളത്. ഇതാ ഇങ്ങനത്തെ ഒരു പരുവത്തിൽ കിട്ടും. ഇതാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂ മാസ്ക് അല്ലേ? അതെ, ജെൽ മാസ്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ, അതായത് ഹിബിസ്കസ് ജെൽ മാസ്ക് ആണ് ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. മുടി കൊഴിച്ചിലിനും ഡ്രൈനെസ്സിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാ. ഓക്കെ. കാരണം മുടി പൊട്ടലുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ഇത് സ്കാൽപ്പിൽ മാത്രമല്ല മുടിയിലും കൂടെ യൂസ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് മുടി ഇങ്ങനെ പഫ് ചെയ്ത് വെച്ചാൽ മതി അല്ലേ? അതെ. വെച്ചതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. ഒരു 20-30 മിനിറ്റ് ഇട്ടിട്ട് കഴുകിക്കളയാം. ബദാം ഗം എന്ന് പറയുന്നത് തന്നെ നല്ല തണുപ്പുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പം അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹിബിസ്കസ് മാസ്ക് ജെൽ ചെയ്തിരിക്കുന്നത്. ഈ ഹിബിസ്കസ് മാസ്ക് ജെൽ ചെയ്യേണ്ടത് രീതികളെ കുറിച്ചായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞത്. മാത്രമല്ല അത് ഉപയോഗിക്കേണ്ട രീതികളെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മുടിയുടെ പ്രശ്നമാണ് എപ്പോഴും എല്ലാവർക്കും ഉള്ളത്. അതുപോലെ ഹെർബൽ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണ്. യെസ്. അപ്പോൾ ഉലുവ, ചെമ്പരത്തിപ്പൂവ്, ഉലുവ, തൈര്, നമ്മുടെ ബദാം ഗം, അപ്പോൾ ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ഹിബിസ്കസ് ഹെയർ മാസ്ക് അല്ലേ, ഹെയർ മാസ്ക് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപയോഗപ്പെടും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇതുപോലെയുള്ള മറ്റ് കണ്ടന്റുകൾ നിങ്ങൾ ഒത്തിരി ആവശ്യപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. എപ്പോഴും സന്ധ്യ ചേച്ചിക്ക് മെസ്സേജ് വരുന്നുണ്ട്, പല രീതിയിലും ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല കണ്ടന്റുമായിട്ട് വീണ്ടും എത്തും. അതുവരേക്കും ബൈ.